ഞാൻ സിസ്റ്റർ മെർലിൻ ഓയിറ്റ ഫിസിയോതെറാപ്പിസ്റ്റ്. വർക്ക് ചെയ്യുന്നത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലും അസിസി ഓയിറ്റ ഫിസിയോതെറാപ്പി സെൻറ്റർ പൊടിമറ്റം കാഞ്ഞിരപ്പള്ളിയിലുമാണ്. ഓയിറ്റ തെറാപ്പി എന്ന് പറഞ്ഞാൽ അത് ഒരു ന്യൂറോ മസ്കുലർ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അതായത് ശരീരത്തിൻ്റെ ഞരമ്പുകൾക്കോ മസിലുകൾക്കോ എന്തെങ്കിലും ക്ഷതം വരികയോ അല്ലെങ്കിൽ പ്രവർത്തനമാന്ദ്യം വരുന്ന അവസ്ഥയിൽ അതിനെ നമ്മൾ കൂടുതൽ നന്നായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തനക്ഷമമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കാണ് ഓയിറ്റ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ഡോക്ടർ വാക്ലാവ് ഓയിറ്റ എന്ന ഒരു ന്യൂറോളജിസ്റ്റാണ്. ഇദ്ദേഹം സെറിബ്രൽ പാൾസി ബാധിച്ച കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നതിനിടയിൽ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പ്രഷർ കൊടുത്തപ്പോൾ കുട്ടികളിൽ നല്ല മാറ്റം കണ്ടുവരുന്നത്, അതായത് അവരുടെ ശരീരത്തിൻ്റെ ബലം പിടിക്കുന്ന സ്വഭാവം മാറുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. പിന്നീട് അദ്ദേഹം നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്നാണ് ഈ ഒരു തെറാപ്പിക്ക് അദ്ദേഹം രൂപം കൊടുത്തത്. 1950 മുതൽ ജർമ്മനിയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ തെറാപ്പി പ്രാബല്യത്തിൽ ഉണ്ട്. ഈ തെറാപ്പി ഏറ്റവും ഫലപ്രദമാകുന്നത് ലൊക്കോമോഷൻ ഡിസോർഡേഴ്സ്, അതായത് മോട്ടോർ ഡിസോർഡേഴ്സ് എന്ന് പറയും, അതുപോലെ തന്നെ ഡെവലപ്മെൻ്റൽ ഡിലേ ഉള്ള കുഞ്ഞുങ്ങൾക്കുമാണ്. ഞാൻ പ്രധാനമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ജോലി ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഡെവലപ്മെൻ്റൽ ഡിലേ ഉള്ള കുഞ്ഞുങ്ങളിലാണ്. ഡെവലപ്മെൻ്റൽ ഡിലേയുടെ കൂടെ ഒപ്പം തന്നെ സെറിബ്രൽ പാൾസി ബാധിച്ച കുഞ്ഞുങ്ങൾക്കും ഈ തെറാപ്പി വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചാൽ കഴുത്തുറയ്ക്കുക, ഒരു വസ്തു പിടിക്കുക, കമിഴുക മുതലായ കാര്യങ്ങൾ അവർ സ്വാഭാവികമായിട്ട് തന്നെ ചെയ്യും. കാരണമെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാനായിട്ട് അവർക്ക് അതിനായിട്ടുള്ള കഴിവ് അവരുടെ ബ്രെയിനിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. പക്ഷേ ഇത്തരം കഴിവുകളിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യഥാസമയത്ത് കുഞ്ഞുങ്ങൾ കമിഴുകയോ കഴുത്തുറയ്ക്കുകയോ ഒന്നും ചെയ്തില്ലെന്ന് വരാം, പ്രത്യേകിച്ച് സെറിബ്രൽ പാൾസിയുള്ള കുഞ്ഞുങ്ങളിൽ. അപ്പോൾ ഇവർക്ക് സാധാരണ നിലയിൽ ചലനപരമായിട്ട് അനങ്ങാനായിട്ട് അല്ലെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന അവസരങ്ങളിൽ ഇവർ ചിലപ്പോൾ ചില റീപ്ലേസ്മെൻറ്റ് മൂവ്മെൻ്റ് എടുക്കും. സാധാരണഗതിയിൽ കൈയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് എടുക്കേണ്ടതിന് പകരം ശരീരത്തിൻ്റെ മസിലുകളുടെ പ്രവർത്തനം കൂടുതൽ അകത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഇവർ നേരെ എടുക്കേണ്ട കൈ ചിലപ്പം അകത്തേക്കൊക്കെ തിരിച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ശരിയല്ലാത്ത രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് രീതികൾ അല്ലെങ്കിൽ മസിലിൻ്റെ പ്രവർത്തനം വരികയും ഇവർക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് വരാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നേരത്തെ ഒരു കുഞ്ഞിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായാൽ നമ്മൾ തെറാപ്പി തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു കുഞ്ഞാണെങ്കിൽ, ഞാനിപ്പോൾ ഡോളിൽ ഇത് കാണിച്ചു തരുവാണെങ്കിൽ, സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു കുഞ്ഞ് സാധാരണ രീതിയിൽ സാധാരണ മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൈ എടുക്കുക, ഇങ്ങനെ എടുത്ത് വരിക, കാലിങ്ങനെ മടക്കിക്കൊണ്ട് വരിക, അതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ സെറിബ്രൽ പാൾസി ഉള്ള കുഞ്ഞുങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഈ മൂവ്മെൻറ്റ്സ് അകത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് സാധ്യമല്ലാതായി വരുന്നു. ഓയിറ്റ തെറാപ്പിയിലൂടെ നമുക്ക് സാധാരണ ഫിസിയോതെറാപ്പി ആണെങ്കിൽ നമ്മളിങ്ങനെ കൈയും കാലും മടക്കി കൊടുക്കുകയും നൂർത്ത് കൊടുക്കുകയും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഓയിറ്റ തെറാപ്പിയിൽ നമ്മൾ ചില പ്രഷർ പോയിൻറ്റ്സിൽ പ്രത്യേകമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോയിൻ്റുണ്ട്. ആ പോയിൻറ്റിൽ പ്രഷർ കൊടുത്ത് ചിലപ്പോൾ ഇപ്പോൾ ഒരു എക്സസൈസ് കാണിച്ചു തരുവാണെങ്കിൽ ഇങ്ങനെ കൊടുത്ത് ശരീരത്തിൻ്റെ ഒരു പോയിൻറ്റിൽ ഇങ്ങനെ പ്രഷർ കൊടുത്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് നോക്കും. ഇങ്ങനെ ഇവിടെ ഈ ഒരു ചെറിയ സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിലൂടെ ഈ വയറിൻ്റെ മസിലുകളൊക്കെ നല്ലപോലെ കൺട്രാക്റ്റ് ചെയ്യുകയും കൈയും കാലും മടക്കിക്കൊണ്ട് വരാനായിട്ട് കുഞ്ഞ് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നോർമൽ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ രണ്ടാമതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കമഴ്ത്തി കിടത്തിയിട്ട് ചിലപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ കമഴ്ത്തി കിടത്തി കുഞ്ഞിനെ ഒന്ന് വെച്ച് തല ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് കൈ മുന്നോട്ട് വെച്ച് നമ്മൾ ചില 2 പോയിൻറ്റിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ കുഞ്ഞ് പൊങ്ങാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഇങ്ങനെ പൊങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ശരീരത്തിൻ്റെ മുഴുവൻ മസിൽസും പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും ഈ തെറാപ്പി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ കുഞ്ഞുങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും നേരത്തെ തന്നെ ഒരു പീഡിയാട്രീഷ്യനെ കാണാനും കുഞ്ഞുങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും തെറാപ്പി ചെയ്യാനായിട്ടും ശ്രമിക്കുക. അത്തരം കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാനായിട്ട് പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ ഓയിറ്റ ഫിസിയോതെറാപ്പി. ഇന്ത്യയിലിത് അധികം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. കാരണം ഇത് ജർമ്മൻ ഭാഷയിലാണ് ഇവർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഫിസിയോതെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട റീഹാബിലിറ്റേഷൻ രംഗത്ത് ഏതാനും ചിലരെങ്കിലും ഇത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ സെർബ്രൽ പാൾസി ഉള്ള കുഞ്ഞുങ്ങൾക്കും ഡെവലപ്മെൻറ്റ് ഡിലേ ഉള്ള കുഞ്ഞുങ്ങൾക്കും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചികിത്സിച്ച് അവരുടെ ശാരീരിക ക്ഷമതയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഓയിറ്റ ഫിസിയോതെറാപ്പി.